ഹായ് വിവോസ് രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അളവുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് 290ൻ്റെ ഒരു നൈറ്റി മെറ്റീരിയലാണ്, നല്ല കോട്ടൻ്റെ നൈറ്റി മെറ്റീരിയലാണ്. അതിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഓപ്പണുള്ള ഭാഗമാണ് മുകൾ ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. 4 ഭാഗവും നല്ല ഓപ്പൺ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ തുണി ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ അറ്റം വരെ മടക്കിയിടണ്ട, അത്രയും ആവശ്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് മടക്കി ഇട്ടാൽ മതി. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ചേ മടക്കി ഇട്ടുള്ളൂ, അത്രയും ഭാഗം നമുക്ക് കിട്ടും. അതുപോലെ സ്ലീവ് വെട്ടിയെടുക്കാനായിട്ട് ഈ താഴ്ഭാഗം നമുക്ക് ഈ മടക്ക് ഭാഗം ഓപ്പൺ അല്ലാത്ത ഭാഗം താഴ്ഭാഗത്താക്കിയിട്ട് വെട്ടിയെടുത്താൽ നമുക്ക് സ്ലീവിനായിട്ട് ഈ ഭാഗം കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഇല്ലാതെ നല്ല സ്ലീവായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി ഇട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മടക്കുമ്പോഴത്തേക്ക് ഇതുപോലെ മടക്കി ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അളവുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ബോഡിയിൽ നിന്ന് എടുത്ത അളവുകളാണ് ഇതൊക്കെ. ചെസ്റ്റ് റൗണ്ട് 38ആണ് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതുപോലെ ഫുൾ ലെങ്ത്ത് 43.5, ഹിപ്പ് റൗണ്ട് 44, സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 22. ഇത്രയും അളവുകളാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, അതുപോലെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഈ അളവുകൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഷോൾഡർ കോമൺ ആയിട്ട് നമുക്ക് 7 ഇഞ്ച് തന്നെ ഷോൾഡർ കൊടുക്കാം, ഒരു പ്രശ്നവും വരില്ല. അതിനുശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് 7 ഇഞ്ച് കൊടുക്കാം. 7 ഇഞ്ചാണ് സാധാരണ കൊടുക്കുന്നത്. എനിക്ക് ഈ ചുരിദാറിൽ വണ്ണത്തിനനുസരിച്ചുള്ള കൈക്കുഴി വരില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ച് ഞാൻ കൊടുക്കുകയുള്ളൂ. നിങ്ങൾ കൊടുക്കുമ്പോൾ 7 ഇഞ്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചേ കൊടുക്കണുള്ളേ. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് 7 ഇഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ വണ്ണമെല്ലാം കറക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കൈക്കുഴി ചില ആൾക്കാർക്ക് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന കൈക്കുഴിയിൽ നമുക്ക് ചുരിദാർ വെച്ച് കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് കൈക്കുഴി കുറച്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം വെട്ടിയെടുക്കും. അതിനുശേഷം വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ മാർക്ക് ചെയ്ത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 7 or 6 മാർക്ക് ചെയ്തതിന് ശേഷം വണ്ണം മാർക്ക് ചെയ്യുക. വണ്ണം എനിക്കിപ്പോൾ ഇവിടെ ബോഡിയിൽ നിന്ന് കിട്ടിയ വണ്ണം 38ആണ്. 38. അപ്പോൾ 38ൻ്റെ കൂടെ +4 ചേർക്കണം. അപ്പോഴെത്ര കിട്ടും? 42. അപ്പം 42 ഇഞ്ച് വണ്ണമാണ് എനിക്ക് നെഞ്ച് വണ്ണമായിട്ട് എടുക്കേണ്ടത്. 38 ബോഡിയിൽ നിന്നുള്ളതാണ്. ബോഡിയിൽ നിന്ന് നമുക്ക് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ 4 ഇഞ്ച് ചേർക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റിനുള്ള വണ്ണം തയ്ച്ചെടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പം 42 ഇഞ്ച് വണ്ണത്തിലാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 42ൻ്റെ 4 എത്രയാണെന്ന് ആദ്യം കണക്കാക്കണം. 42ൻ്റെ 4 പറയുമ്പം 10.5 എനിക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 10.5 മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തേക്കുക. 2 ഇഞ്ച് വേണ്ടാത്തവർ 1.5 ഇഞ്ച് കൊടുത്താലും മതി. ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. അത് മനസ്സിലായല്ലോ, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കൈക്കുഴി ഇപ്പോൾ ഔട്ട്ലൈൻ പോലെ ഞാനൊന്ന് വരയ്ക്കുന്നു. ഞാൻ പറഞ്ഞു ആദ്യമേ കൈക്കുഴി ഞാൻ കറക്റ്റിനല്ല ചെയ്തിട്ടുള്ളത്. കൈക്കുഴി എത്രയാണെന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കിയിട്ടാണ് കൈക്കുഴി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം എന്തായാലും ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മുകളിൽ ഒരു 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ വണ്ണം എവിടെയാണോ മാർക്ക് ചെയ്തത് അതുവരെ ഇവിടെ വരെ ഒന്ന് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഷെയ്പ്പ്. നമ്മളെ ബോഡിയിൽ ഷെയ്പ്പ് അടയാളപ്പെടുത്താനായിട്ട് ഷോൾഡറിൽ നിന്നും ഒരു 14 വേണ്ടത്. ഒരു 14.5 കയ്യൽത്തുമ്പും കൂടി പോകുമ്പോൾ 14 കിട്ടില്ല, അതുകൊണ്ട് 14.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം സ്ലിറ്റ് 22 എനിക്ക് വേണ്ടത്. ഞാൻ 22.5 മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഇവിടുത്തെ ഷേപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ ചെസ്റ്റ് വണ്ണം എത്രയാണോ എടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് എടുക്കുക. അപ്പം 42 എടുത്തത്, അപ്പം 42-ന് 10.5 എടുത്ത്. അപ്പോൾ നമ്മൾ താഴെ എടുക്കുമ്പോഴത്തേക്ക് 10.5-ൽ 1 കുറച്ചിട്ട് 9.5 മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ അപ്പോൾ ഹിപ്പ് റൗണ്ടാണ് ഇനി അടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഹിപ്പ് റൗണ്ട് 44 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് ഉള്ളത്. അപ്പം 44ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. അപ്പോഴെത്ര കിട്ടും? 48 കിട്ടും. 48ൻ്റെ 4 ഭാഗത്ത് 48ൻ്റെ 4
12 48ൻ്റെ 4 അപ്പോൾ നമുക്ക് 12 ഇപ്പോൾ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം 12 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഒരു ഇച്ചിരിയും കൂടെ നേട്ടിട്ടുണ്ട്. ആളിന് ഹിപ്പ് കുറച്ച് ലൂസ് വേണം, അതുകൊണ്ട് 12.5 ഇടാം. 12.5യും 1 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആദ്യം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പിനായിട്ട്. ഇനി ഈ മാർക്കിംഗ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റിനുള്ള തുണി മാത്രമാണ് മടക്കി ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ഇതിൻ്റെ താഴേക്ക് തന്നെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടില്ല, ഫുൾ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കാണിക്കാം. ഫുൾ ലെങ്ത്ത് 43.5 കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസിനും കൂടി മടക്കി തയ്ക്കാനും മുകളിലത്തെ ഷോൾഡറിൻ്റെ അടുത്ത് തയ്യൽ തുമ്പ് എല്ലാത്തിനും കൂടെ ചേർത്ത് 2 ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 43.5 ആകുമ്പോഴത്തേക്കും 45.5 മാർക്ക് ചെയ്യുകയാണേ. 45.5 മാർക്ക് ചെയ്യണം. 45.5 മാർക്ക് ചെയ്ത് പിന്നെ വെച്ചിട്ട് ഇവിടെ ശകലം ചെറിയൊരു കർവും കൂടി. അത് കർവില്ലെങ്കിലും സാരമില്ല, സ്ലിറ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഏലയും ചുരിദാറിനൊക്കെയാണ് ഈ കർവ് അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇതിന് വേണമെന്നില്ല. ഇത്രയാണ് ചുരിദാറിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു കട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.